കൊടുക്കുന്ന ഓരോരുത്തരും ഭാര്യമാരുടെ ദുസ്വഭാവത്തിൽ ദുഃഖിക്കുന്നവരെന്ന് മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ ഈ പ്രതീക്ഷയോടെ വളർത്തുന്ന ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കല്ലേ അല്ലാ, വഴിതെറ്റിക്കല്ലേ അല്ലാ. മദ്യപാനികളാക്കല്ല റബ്ബേ, നാളെ കഴുത്തിന് പിടിച്ച് വെളിയിലിറക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകും റബ്ബേ. പ്രവാസ ജീവിതവും കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ വാപ്പാക്കും ഉമ്മാക്കും കൺകുളിർമേകുന്ന മക്കളാക്കി തരണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, അവരുടെ മാതാപിതാക്കൾക്കും ഖൈർ നൽകണേ അല്ലാഹുവേ. എൻ്റെ മരണപ്പെട്ടു പോയ ഭാര്യാപിതാവിൻ്റെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ, എൻ്റെ ഏക സഹോദരൻ ഈ ഗൾഫിൻ്റെ മണ്ണിലാണ് അല്ലാഹുവേ. റബ്ബേ, നീ കാത്തോളണേ അല്ലാഹുവേ. പടച്ചവനെ, അപകട മരണങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാ. എത്രയോ ആക്സിഡന്റുകൾ കേൾക്കുന്നു അല്ലാഹുവേ. പടച്ചവനെ അല്ലാഹുവേ, ഈ ഗൾഫിൻ്റെ മണ്ണിൽ വാപ്പയും ഉമ്മയെയും കാണാൻ, വാപ്പയെ കാണാൻ മക്കൾ കാത്തിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു മയ്യത്തായി പോകുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, എത്ര പ്രവാസികളുടെ മയ്യത്താണ് എത്തുന്നത്. ഈ ഗൾഫിൻ്റെ മണ്ണിൽ ഓരോ അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. എൻ്റെ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കുട്ടികൾ പല ജോലി ചെയ്യുന്നവരാണ് റബ്ബേ. അപകടത്തിൽ നിന്നവരെ കാക്കണേ അല്ലാ. മരണം വരെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മരണം വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഇടയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മരണം വരുത്തല്ലേ അല്ലാ. റമളാന്റെ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ഖുർആൻ ഓതി മരിക്കുന്ന മുത്തഖീങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, എല്ലാവിധ പ്രയാസത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ച റബ്ബേ അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളിൽ സാഹോദര്യം വരുത്തണേ അല്ലാ. പടച്ചവനെ, കട്ടപ്പെടുന്ന ഗസയുടെ മണ്ണിൽ ചിതറിത്തെറിക്കുന്ന 10 വയസ്സിന് താഴെയുള്ള ഫലസ്തീനിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നൂറുകണക്കിന് മക്കളുടെ മയ്യത്ത് കൂട്ടിയിട്ടിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന ഉമ്മമാർ, ആ മക്കളെ നീ സ്വർഗത്തിൽ അവർക്ക് കൊടുക്കണേ അല്ലാ. ഫലസ്തീനിലെ ഞങ്ങളെ ഗസയിലെ മക്കളെ കാക്കണേ അല്ലാ. അവർക്ക് നീ മലക്കുകളുടെ സംരക്ഷണം നൽകണേ അല്ലാ. അവരെ തകർക്കുന്നവരെ നീ തകർത്തെറിയണേ അല്ലാ. ആ ഗസയുടെ മക്കൾക്ക് സഹായം വാഗ്ദാനം ചെയ്ത ബഹുമാനപ്പെട്ട ഖലീഫ ബിൻ സായിദ് ആൽ നഹ്യാൻ ഹഫിളഹുല്ലാഹു വറഅ മഹാനവറുകളുടെ സദക്ക സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, സ്വീകരിക്കണേ അല്ലാ. അവിടേക്ക് അബുദാബിയുടെ മണ്ണിൽ നിന്ന് UAE മണ്ണിൽ നിന്ന് വൈദ്യസഹായം വരെ എത്തിച്ചു കൊടുത്തു. നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, മഹാനായ ശൈഖ് സായിദ് റഹിമഹുല്ലാ ഖബറിടം വിശാലമാക്കണേ അല്ലാ. ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. പടച്ചവനെ, ഈ നാടിന്റെ ഭരണാധികാരി ബഹുമാനപ്പെട്ട ഖലീഫ ബിൻ സായിദ് ശൈഖ് അല്ലാഹുവേ, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, പിൻപുറത്തലക്കാർക്ക് എല്ലാവിധ നന്മയും നൽകണേ അല്ലാ. മുഹമ്മദ് ബിൻ സായിദ് ആൽ നഹ്യാൻ ഹഫിളഹുല്ലാഹു വറഅ പടച്ചവനെ, പിതാമഹന്മാരുടെ പാതയിലൂടെ ഇസ്സത്തോടെ നൽകണേ അല്ലാ. റബ്ബേ, ഇതിനു വേണ്ടി സഹകരിച്ച ഇസ്ലാമിക് സെന്ററിന്റെ KMCCയുടെ ഭാരവാഹികൾ, SKSSFന്റെ വോളണ്ടിയർമാർ, സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അങ്ങകലേന്ന് പാഞ്ഞെത്തിയവർ, സർവ്വ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. അവസാനം മരിക്കുന്ന നേരം പുഞ്ചിരിയോടെ മരിച്ച് റബ്ബേ ഖബറിലേക്ക് പോകുമ്പോൾ 10,000 മയ്യത്ത് നിസ്കരിക്കുന്ന നിസ്കാരം വരുത്തണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബർ വാരിയല്ലോടെ ഞെരുക്കുമ്പോൾ ഞങ്ങളതിൽ പെടുത്തല്ലേ അല്ലാഹുവേ. പടച്ചവനെ, മഹിശറയിലേക്ക് എഴുന്നേൽക്കുമ്പോൾ സ്വർഗവാതിലുകൾ മലർക്ക തുറക്കണേ അല്ലാ. സ്വർഗത്തിന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. സ്വർഗത്തിലേക്കുള്ള പ്രയാസം മാറ്റി സ്വർഗ കവാടം തുറന്നു തരണേ അല്ലാ. ഞങ്ങളുടെ നോമ്പിനെയും തറാവീഹിനെയും തൗബയെയും സ്വീകരിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ കടത്തണേ അല്ലാ. പടച്ചവനെ, മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസർ കോരി കുടിച്ച് റബ്ബേ സ്വർഗത്തിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ സദഖയും നൽകിയിട്ടുണ്ട്. കുട്ടികളില്ലാത്തവർ കുട്ടികളെ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ബാധിച്ചവർ ശിഫ നൽകണേ അല്ലാ. 10,000 ആളുകൾ സ്വർണവും പൈസയും ഒക്കെ സദസ്സിൽ നിന്ന് ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അവരെ ദുആ സ്വീകരിക്കണേ അല്ലാ. ഒന്നുമില്ലാത്ത സാധുക്കൾ, പാവങ്ങൾ, റബ്ബേ നീ അവരെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹുവേ.
ഇവിടെ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സമ്പന്നരുണ്ട്. അവരെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അതിലൂടെ നീ അവർക്ക് ദീനിനെ സഹായിക്കാനുള്ള അവസ്ഥ നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട എം.എ. യൂസുഫ് അലി സാഹിബ് റബ്ബെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഉമ്മയുടെ ഖബറിടം വിശാലമാക്കണേ റബ്ബേ. അവസാനം വരെ ഈ നന്മ നീ നിലനിർത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഓരോരുത്തരും അല്ലാഹുവേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. ഒരു സഹോദരൻ ഷാർജയിൽ ബ്ലഡ് പ്രഷർ തലയിൽ കയറി ഗുരുതരാവസ്ഥയിലാണ്. ഭാര്യ 8 മാസം നാട്ടിൽ ഗർഭിണിയാണ്. അല്ലാഹുവേ കുഞ്ഞിനെ ജനനത്തോടെ നീ യതീമാക്കല്ലേ അല്ലാ. കോമയിലാണ്. ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും നടുവിൽ ഞാൻ ആ സഹോദരനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ലാഹുവേ. ഷാർജയിൽ കിങ് ഫൈസൽ വാത് കഴിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പ് വന്ന തിരക്കിൻ്റെ ഇടയിൽ എന്നോടൊന്ന് പറഞ്ഞു പോയ ഓർമ്മയാണ്. റബ്ബേ അദ്ദേഹം മരണക്കിടക്കയിലാണ്. ഭാര്യ ഗർഭിണിയായി നാട്ടിൽ. അല്ലാഹുവേ നീ വലിയവനാണ് അല്ലാഹുവേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബേ നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ അല്ലാ. തിരുവനന്തപുരം RCCയിലും മലബാർ ക്യാൻസർ സെന്ററിലും ക്യാൻസർ പിടിച്ച് ജീവിതത്തോട് പടപ്പൊരുതുന്നവർ റബ്ബേ നീ അവരെ കാത്തോളണേ അല്ലാ. ശിഫ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഓരോ സുഹൃത്തുക്കളും അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ ഗൾഫിൻ്റെ മണ്ണിൽ നാട്ടിലെ വാളുകളൊക്കെ യൂട്യൂബിലെയും CD-യിലൂടെയും കേൾക്കുന്നവരുണ്ട്. അല്ലാഹുവേ അവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഫേസ്ബുക്കിലൂടെ ഇന്ന് എൻ്റെ പേജിൽ ഉസ്താദെ ദുആയിൽ മറക്കരുത് എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട 1 ലക്ഷത്തോളം വരുന്ന കൂട്ടുകാരുണ്ട്. ഉസ്താദെ വരാൻ പറ്റൂല, ഞങ്ങളെ മറക്കല്ലേ എന്ന് പറഞ്ഞവർ റബ്ബെ അവർ നാട്ടിലുമുണ്ട് ഇവിടെയുമുണ്ട്. നീ അവർക്ക് അർഹമായ അവരെന്താഗ്രഹിച്ചോ അത് നീ നൽകണേ അല്ലാഹുവേ. 24 മണിക്കൂറും എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലെ ഡ്രൈവർമാരുണ്ട്, അബൂവും അനസും. അല്ലാഹുവേ അനസിൻ്റെ ഉമ്മ മരിച്ചുപോയി. റമളാനിൽ നീ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ആ കുഞ്ഞുങ്ങൾക്ക് നീ ഒരു നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാൻ. അഹമ്മദ് കബീർ ഒന്നുമല്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് അന്നം തന്ന പാവങ്ങളുണ്ട് അല്ലാഹുവേ. അവരൊന്നും വന്ന് തന്ന് വളർത്തിയില്ലെങ്കിൽ ഈ മനുഷ്യന് ഇങ്ങനെ ഇവിടെ നിൽക്കുമായിരുന്നില്ല റബ്ബേ. അവരിൽ പലരും ഖബറിലാണ്, നീ ഖബർ വിശാലമാക്കല്ല. പലരും ജീവിച്ചിരിക്കുന്നവരുണ്ട് റബ്ബേ, നീ അവർക്ക് നല്ല പ്രതിഫലം നൽകണേ അല്ല. ഞങ്ങൾ തുടങ്ങുന്ന അബ്ദുള്ള എഡ്യൂക്കേഷൻ അക്കാഡമി റബ്ബേ നീ അതിനെ നിലനിർത്തണേ അല്ല. ഹാഫിദീങ്ങളുടെ ഉറവിടമാക്കണേ അല്ല. അതിൻ്റെ ഭാരവാഹികൾ അല്ലാഹുവേ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. ഈ സദസ്സിൽ വന്ന ഒരാളെപ്പോലും എനിക്ക് അവരുടെ പേരറിയില്ല റബ്ബേ. അവരെല്ലാവർക്കും വേണ്ടി ചോദിക്കുന്നു, നിരാശയോടെ മടക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. തട്ടിക്കളയല്ലേ അല്ലാഹുവേ. പടച്ചവനെ നീ പോന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചാൽ ഞങ്ങൾ ആരുടെ മുമ്പിൽ പോകും അല്ലാഹുവേ. നിന്റെ കരുണയുടെ നോട്ടം നോക്കണേ അല്ലാ. സാധുക്കളാണല്ലാ, നോക്കണേ അല്ലാ. പടച്ചവനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബനാ റഹം ആബാഅനാ വഉമ്മഹാതിനാ കമാ റബ്ബുനാ സിഗാറ വസല്ലി അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി വസല്ലം അജ്മഈൻ. ഇവിടെ എത്തിയ ഓരോരുത്തർക്കും നിങ്ങളാരും ദുആയിൽ മറക്കരുതെന്ന വസിയത്തോടെ ഇതൊരുക്കിയ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഭാരവാഹികൾക്കും KMCCയുടെ പ്രവർത്തകർക്കും എൻ്റെ പ്രിയപ്പെട്ട SKSSFൻ്റെ കുട്ടികൾക്കും ബഹുമാനനായ PT അബ്ദുറഹ്മാൻ സാഹിബ്, ബദറുദ്ദീൻ സാഹിബ്, ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ബാബ ഹാജി ഉസ്മാൻ സാഹിബ് അടക്കമുള്ള എല്ലാവരോടും എൻ്റെ അഗൈതവമായ നിസ്സീമമായ സഹോദര ബുദ്ധിയാവുള്ള സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളും സഹോദരിമാരും ദുആയിൽ മറക്കരുതെന്ന വസിയത്തോടെ അഖൂക്കും ഫിൽ ഇസ്ലാം അഹമ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.